ബെൽത്തങ്ങാടി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി നാളെ സ്ഥാനമേൽക്കുന്ന ജെയിംസ് പട്ടേൽ CMF പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബെൽത്തങ്ങാടി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി അങ്ങ് സ്ഥാനമേൽക്കുകയാണ്. ഈ ഒരു നിമിഷം സിറോ മലബാർ സഭ വിശ്വാസികൾക്കും ഒപ്പം എല്ലാ മലയാളി വിശ്വാസികൾക്കും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ. ഇപ്പോൾ ഒരു പുതിയ അധ്യായം നമ്മുടെ രൂപതയ്ക്ക് ഉണ്ടാകുകയാണ്. പുതിയ 26 വർഷക്കാലം നമ്മുടെ ലോറൻസ് പിതാവ് നമ്മുടെ ബെൽത്തങ്ങാടി രൂപതയെ നയിച്ചതാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒത്തിരി നമുക്കൊന്നുമില്ലായിരുന്നു ആദ്യകാലങ്ങളിൽ. തലശ്ശേരി രൂപതയുടെ ഒരു മിഷൻ ഏരിയയായിരുന്നു ഇത്. സൗത്ത് കാനറ മിഷൻ അന്ന് അറിയപ്പെട്ടിരുന്നത്. സൗത്ത് കാനറ മിഷനെ ഇപ്പം ബെൽത്തങ്ങാടി രൂപതയായിട്ട് മാറ്റി 26 വർഷക്കാലം നമ്മുടെ ലോറൻസ് പിതാവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു മിഷനെ ഒരു രൂപതയാക്കുമ്പം ഒത്തിരി മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ അതിൽ ഒക്കെ കവിഞ്ഞ് ആദ്യകാലങ്ങളുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി ഇപ്പോൾ ഒരു നല്ല ഒരു പുതിയ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു രൂപതയായിട്ട് 60ഓളം അച്ഛന്മാരുണ്ട്. ഒത്തിരി സന്യാസ സമൂഹങ്ങൾ ഈ രൂപതയിൽ ജോലി ചെയ്യുന്നുണ്ട്. 30,000 വിശ്വാസികളുള്ള ഒരു വലിയ രൂപതയായിട്ട് അത് 3 ഡിസ്ട്രിക്റ്റ് കർണാടകത്തിലെ സൗത്ത് കാനറ, ഉടുപ്പി, കൂർഗ് ഈ 3 ഡിസ്ട്രിക്റ്റുകളാണ് ഈ രൂപതയിൽ വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് സന്തോഷമുണ്ട്. എനിക്കിവിടെ ഇപ്പോൾ രണ്ടാമത്തെ ബിഷപ്പായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒത്തിരി എളുപ്പമുണ്ട്. അത് നമ്മൾ പിതാവിട്ട ഫൗണ്ടേഷനിൽ നമ്മൾ കെട്ടിപ്പൊക്കിച്ചാൽ മതി. അതൊന്നും അത്ര ശക്തമായ ഫൗണ്ടേഷൻ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര നല്ല വേണമെങ്കിലും മുകളിലേക്ക് പോക്കാം. നമുക്ക് പേടിക്കാനൊന്നുമില്ല. അതെ, അങ്ങ് ജർമ്മനിയിലായിരുന്നു. സിറോ മലബാർ അവിടുത്തെ പ്രവാസികളായ വിശ്വാസികൾക്ക് വേണ്ടി അങ്ങ് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കുടിയേറ്റക്കാരാണ്, മലബാർ കുടിയേറ്റക്കാരാണ് ഈ ഒരു കർണാടകയിലേക്ക് സിറോ മലബാർ വിശ്വാസികളുടെ അവരെ നയിക്കാനായിട്ട് ഇപ്പോൾ നിയുക്തനായിരിക്കുന്നത്. ഇത് രണ്ടും എങ്ങനെയാണ് പിതാവ് കാണുന്നത്? അതൊരു പ്രത്യേക ദൈവ നിയോഗമാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞങ്ങളും ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്തവരാണ്. അപ്പോൾ ആ കുടിയേറ്റത്തിൻ്റെതായ ആ അനുഭവങ്ങളെല്ലാം എന്നെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മനിക്ക് ചെന്നപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും അങ്ങോട്ട് കുടിയേറി പാർത്തവരാണ് കുറേ പേര് കേട്ടോ, മൊത്തമല്ല. ഈ ഇടയ്ക്ക് ഒത്തിരി പേര് അങ്ങോട്ട് വരുന്നുണ്ട്, നമ്മുടെ യൂത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അവരുടെ കൂടെ ജോലി ചെയ്യാനായിട്ട് സന്തോഷമുണ്ടായിരുന്നു. ഒരു 4 കമ്മ്യൂണിറ്റീസ് നമ്മുടെ സിറോ മലബാറുകാർ അവർ റോമിൽ നിന്നും വന്നവരാണ് കുറേ ഭൂരിപക്ഷ ആൾക്കാരും. അപ്പോൾ അവർ അവിടെ വന്നിട്ട് അപ്പം ആരംഭകാലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു. പള്ളികളൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാനവിടെ 10-30 വർഷമായിരുന്നു ജർമ്മനി ആയിട്ട്. അപ്പോൾ അവിടെ തന്നെ ഉള്ളപ്പോൾ എനിക്ക് കുറേ ആൾക്കാരെയൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് നമുക്ക് ഓരോ പള്ളികൾ കിട്ടി. അങ്ങനെ 4 പള്ളികളിലായിട്ട് നമുക്ക് ഇവരുടെ സേവനം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. 4ഇടത്തും കുർബാനയ്ക്ക് ഒരു മാസത്തിലൊരിക്കൽ കുർബാന ഉണ്ടായിരുന്നു. അതുപോലെ വേദപാഠവും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് ആ കുടിയേറ്റത്തിൻ്റെ പാരമ്പര്യമുള്ളത് കൊണ്ട് എളുപ്പമായിരുന്നു എനിക്കറിയാം ഇവരുടെ പ്രയാസങ്ങൾ, ഒരു നാട്ടിൽ നിന്ന് വേറെ ഒരു നാട്ടിൽ വരുമ്പോഴുള്ള പ്രയാസങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കാനായിട്ട് സാധിച്ചു. സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവം എന്നെ ഒരു പക്ഷേ പ്രിപ്പയർ ചെയ്യുമായിരുന്നു തോന്നുന്നു ഈ ജോലി ഇവിടെ വന്ന് ഏറ്റെടുക്കുവാനായിട്ട്. അപ്പോൾ നമ്മുടെ സിറോ മലബാർ ലിറ്റർജിയോടുള്ള ആ സ്നേഹവും ഇവിടുത്തെ നമ്മുടെ സാക്രമെൻറ്റ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുവാനായിട്ടൊക്കെ നമുക്ക് അനുവാദവും അനുഗ്രഹമൊക്കെ കിട്ടി. അതുകൊണ്ട് ആ കാലത്ത് തന്നെ നമ്മുടെ ചെറുപ്പണത്തി പിതാവാണ് നമ്മുടെ ചാർജായിട്ടുണ്ടായിരുന്നത് റോമിൽ. അപ്പോൾ പിതാവ് വരുവും ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഈ കുടിയേറ്റ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേറൊരു സ്ഥലത്ത് പോയി അവിടെ കുടിയേറ്റക്കാരെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ സന്തോഷമുണ്ട് എനിക്ക്. അതിനോടൊപ്പം തന്നെ പിതാവ് ഇങ്ങനെ രണ്ടാമത്തെ മെത്രാനെ അങ്ങ് സ്ഥാനമേൽക്കുമ്പോൾ ഒരു പിതാവിൻ്റെ ആദ്യത്തെ ഒരു കർമ്മ പദ്ധതി ഒരു രൂപതയിൽ എന്തായിരിക്കും അങ്ങനെ മനസ്സിൽ? ഞാനിപ്പം റെഡിമെയ്ഡായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. നമുക്കറിയാമല്ലോ, നമുക്ക് ഓരോ ഇടവകളിലും അല്ലെങ്കിൽ ഓരോ രൂപതകളിലും നമുക്ക് ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്ത് നമ്മൾ വേറെ ഒരു സാധനം റെഡിമെയ്ഡ് കൊണ്ട് അവതരിപ്പിക്കാനല്ലോ. നമ്മുടെ ആൾക്കാരുടെ വേദനകൾ എന്താണെന്ന് അറിഞ്ഞ് അവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അതുകൊണ്ട് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. എല്ലാം ഞാൻ ഓപ്പണാണ്, ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരോട് കൺസൾട്ട് ചെയ്തിട്ട് നല്ല അച്ഛന്മാരുണ്ട്, അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് ചെയ്യാമെന്നുള്ള ഓർത്താണ് ഞാനിരിക്കുന്നത്. ഈ ബെൽത്തങ്ങാടിയിലെ രൂപതാ വിശ്വാസികൾക്കും ഇവിടുത്തെ വൈദികരോടും സന്യസ്തരോടൊക്കെ അങ്ങേക്ക് നൽകാനുള്ളൊരു സന്ദേശം എന്തായിരിക്കും? സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ആപ്തവാക്യം തന്നെയാണ്. അത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 10-ാം വചനം. അത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അതിൻ്റെ സമൃദ്ധിയിൽ ഉണ്ടാകുവാനുമായിട്ടുള്ളത്. കർത്താവ് പറയുന്നതാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, ഇടയൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ജീവനുണ്ട്, ആ ജീവൻ ഇതിൻ്റെ സമൃദ്ധിയിൽ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ ഈ കുടിയേറ്റ പ്രദേശമാണ് സൗത്ത് കാനറ അല്ലെങ്കിൽ വെളുത്തങ്ങാടി രൂപത. കുടിയേറ്റ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് സമൃദ്ധമായിട്ട് ഈശോയുടെ സുവിശേഷം അറിഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ കൃപകളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആ ജീവിതം, കർത്താവിൻ്റെ ജീവൻ സമൃദ്ധമായി നമ്മളിലൂടെ കാണുവാനായിട്ട്. അപ്പോൾ നമുക്കൊരിക്കലും ഒരു സന്തോഷത്തോടു കൂടി കാണുന്നൊരു മനുഷ്യനെ അവരെയാണല്ലോ നമ്മൾ സഭ പ്രതീക്ഷിക്കുന്നത്. കുറവുകളുണ്ടാകാം, പക്ഷേ ഉണ്ടെങ്കിൽ പോലും ആ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ദൈവം നമുക്കുണ്ട്. ആ പ്രത്യാശയിൽ വളരാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് അതാണ് എൻ്റെ ആൾക്കാരോടും എനിക്ക് പറയാനായിട്ടുള്ളത്. ദൈവമുണ്ട്, ദൈവം ഓരോ കാര്യങ്ങൾ നമുക്ക് നടത്തി തരുന്നുണ്ട്. പലപ്പോഴും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരിക്കലും ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആ ഒരു സദ്വാർത്തയാണ് എനിക്ക് ആദ്യമായിട്ട് തന്നെ എൻ്റെ രൂപതക്കാരോട് പറയാനായിട്ടുള്ളത്. ഓക്കെ പിതാവ്, എന്തായാലും ഇത്ര നേരം ഒത്തിരി നന്ദി. താങ്ക് യു. നിങ്ങൾക്ക് ഒത്തിരി നന്ദി. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കട്ടെ. നമ്മുടെ മാധ്യമത്തിലൂടെയാണല്ലോ നമ്മളെല്ലാം അറിയുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഒത്തിരി നന്ദി.